ഇതിപ്പോൾ ചിറയാണ്. ചിറ ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഈ സൈഡ് ഫുള്ള് ഡേഞ്ചറാണ്. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു ഹാൻഡ് ഹൊറർ എക്സ്പീരിയൻസ് വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിറയാണ്. ചിറ മീൻ പുഴയെന്നും പറയാം. സോ അതൊരു ചെറിയൊരു പുഴയായിട്ട് പറയാം. സോ ഈ ഒരു സ്ഥലത്ത് എന്താണ് അവിടെ നടന്നിട്ടെന്നുള്ളത് ഹിസ്റ്ററി ബേസിക് പറയാം. നടന്നിട്ടുള്ള സംഭവമാണ്, റിയലായിട്ട് നടന്നിട്ടുള്ള സംഭവമാണ്. അതെന്താണെന്ന് പറയാം. ഈ സ്ഥലത്ത് മൊത്തം 13 മരണങ്ങൾ നടന്നിട്ടുള്ളത്. 13 മരണങ്ങൾ. ആ നടന്നിട്ടുള്ള 13 മരണങ്ങളും സൂസൈഡാണ്. സോ ഏറ്റവും അവസാനം നടന്നിട്ടുള്ള സൂസൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ ആയിരുന്നു. ആ പെണ്ണിൻ്റെ ഡെഡ് ബോഡി ലാസ്റ്റ് ഒന്ന് കണ്ടെത്തി ഈ ഒരു പുഴയിൽ നിന്നും. ഈ ഒരു സ്ഥലത്താണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മുടെ കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ കൂടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ട് നമ്മുടെ കൂടെ തന്നെ വരുന്ന നമ്മുടെ ബ്രോ സുമേഷാണ്. അങ്ങനെയുണ്ട്. സോ ഈ കാര്യങ്ങളൊന്നും ഇവർ അറിയത്തില്ലായിരുന്നു, ഇപ്പോഴാണ് പറയുന്ന കാര്യം തന്നെ. സോ അതുകൂടാതെ തന്നെ ഈ സ്ഥലത്ത് വന്ന് കയറിയപ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സംഭവം നടന്നു. അതെന്തെന്ന് ലാസ്റ്റ് പറയാം. പറ്റുമെങ്കിൽ ലാസ്റ്റ് പറയാം. പറ്റുമെങ്കിലോ പറഞ്ഞോ. ഓക്കെ, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് പോകണം. റോഡിൻ്റെ 2 സൈഡുണ്ട്. സോ അതിനപ്പുറം ഒരു ചെറിയൊരു മൺപാതയുണ്ട്, ഇപ്പുറം ഒരു ടാറിട്ട റോഡാണ്. സോ ഇത് ഷൂട്ട് ചെയ്തിട്ട് വേണം അപ്പുറത്ത് പോകാൻ, എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി. ഇത് കുറച്ച് വലിയ പ്ലേസാണ്. മാക്സിമം പറ്റുന്ന രീതിയിൽ മാക്സിമം കവർ ചെയ്യാം, നോക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇതിൻ്റെ എൻഡിലോട്ട് കയറി പോകരുത്, എൻ്റെ കൂടെ തന്നെ ഫോളോ ചെയ്ത് വന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. ഇതിപ്പോൾ ചിറയാണ്. ചിറ ഇപ്പോൾ കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഈ സൈഡ് ഫുള്ള് ഡേഞ്ചറാണ്. സോ ഫസ്റ്റ് ഈ സൈഡ് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് നമുക്ക് തൊട്ടപ്പുറത്തെ സൈഡിലോട്ട് പോകാം. അതായത്
എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ സ്ഥലം സജസ്റ്റ് ചെയ്തത്. സോ അവൻ പറയുന്നത് ഈ നാട്ടുകാർ, ഇവിടെ ഉള്ള നാട്ടുകാർ പോലും ഈ സ്ഥലത്തോട്ട് മോട്ടർ റൂമാണെന്ന് തോന്നുന്നത്, ഈ സ്ഥലത്തോട്ട് ഒരു 9 മണിക്ക് ശേഷം ഈ സ്ഥലത്തോട്ട് ആരും വരത്തില്ലെന്ന് പറയുന്നത്, ഈ ഒരു ഭാഗത്തോട്ടെ. സോ ഈ ഒരു നാട്ടുകാർ ഫുള്ള് പേടിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ലാസ്റ്റായിട്ട് ഒരു പെണ്ണിൻ്റെ ഡെഡ് ബോഡിയാണ് ഈ ഭാഗത്തുനിന്ന് കണ്ടെത്തിയത്, സൂസൈഡ് ചെയ്ത് മരിച്ചിട്ടുള്ള. സോ അതുകൂട്ടൊരു സ്ഥലം അത്. ഈ ഒരു മോട്ടർ റൂമാണെന്ന് പറ, മോട്ടറാണെന്ന് തോന്നുന്നു, മോട്ടോർ റൂമായിരിക്കണം. പക്ഷെ ഇത് എന്തിനു വേണ്ടിയാണ് പണിഞ്ഞിട്ടിരിക്കുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ 15 ദിവസത്തോളം ഈ വീഡിയോ ഷൂട്ട് ഈ ഒരു സ്ഥലത്ത് കിട്ടുക, ഈ ഒരു സ്ഥലം എടുക്കാൻ വേണ്ടി തന്നെ 15 ദിവസത്തോളം എടുത്ത് വളരെ ഓരോ ദിവസം അതായത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ തന്നെ ഓരോ ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നു. ചെയ്യാൻ പറ്റാതെ അത് സ്കിപ്പായി പോകുമായിരുന്നു. അവസാനം എങ്ങനെയെങ്കിലും ചെയ്ത് തീർക്കണമെന്നുള്ളൊരു വാശിക്ക് തന്നെയാണ് ഈ ഒരു വീഡിയോ ഇന്ന് ചെയ്യാൻ വന്നിരിക്കുന്നത്. സോ കൂടെ വരാമെന്ന് പറഞ്ഞവർ പോലും പേടിച്ച് വരുന്നില്ല ഈ ഒരു പ്ലേസ് ചെയ്യാൻ തന്നെ. സോ അവിടെ ബോർഡ് ഉണ്ടായിരുന്നു, ആ ബോർഡ് കാണിച്ചില്ല. സോ ഗായ്സ്, ഇവിടെ എൻഡിലൊരു ബോർഡ് കാണിച്ചു തരാം. സോ ഒരു വാർണിംഗ് ബോർഡ് തന്നെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് അപകടം മേലെയാണ്, ദുർമരണങ്ങൾ നടക്കുന്ന ഒരു പ്ലേസ് ആണ് എന്ന് സ്ഥാപിച്ചൊരു ബോർഡ് തന്നെ ഉണ്ട്. അതൊക്കെ ആ സൈഡിലുണ്ട്. അത് ഏറ്റവും ലാസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. ഹൗസ് ബാത്റൂം. സോ വണ്ടി അപ്പുറത്തിരിപ്പുണ്ടോ നോക്കിയേ. സോ ഇപ്പോൾ റോഡിൻ്റെ സൈഡ് ഫുള്ള് നമ്മളിപ്പോൾ നോക്കി. ഇനിയിപ്പോൾ മൺപാത, ഇവിടെ ഫുള്ള് കുറച്ച് കാട് പിടിച്ച ഓരമാണ്. സോ ഈ ഭാഗത്തോട്ട് നോക്കാം, പോയി എക്സ്പ്ലോർ ചെയ്ത് നോക്കണം. താഴത്തെ സൈഡ് കൂടി ശരിക്കും സംസാരിക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന ടൈം എനിക്ക് ആ സംഭവം ഉണ്ടായ ഇൻസിഡൻറ്റ് വേറെ ലെവലായിരുന്നത്.
നോക്കിയോടാ, ഇവിടെ ഒരു 3 ദിവസം മുമ്പ് ഒരു ചെറുക്കൻ ഇവിടെ എന്തോ ചൂണ്ടയിടാൻ എന്തോ വന്നതാണ്. അവനാണെങ്കിൽ എന്തോ കണ്ട് പേടിച്ചിട്ട് ഈ സ്ഥലത്തു നിന്ന് തന്നെ ഓടുമായിരുന്നു. ഒരു 3 ദിവസം മുമ്പാണ് സംഭവം. സൗണ്ട് കിട്ടുന്നു. നടക്കുന്നുണ്ടോ? അത് എല്ലാവൻ്റെ വീട്ടിലോട്ടുള്ള വഴിയാണ്. കാറ്റടിക്കുന്നുണ്ട് ചെറുതായിട്ട്. തിരിക്കാം, അവിടെ വീടാ. സംസാരിക്കുന്നുണ്ടോ? ആന്ധ്രയാണ് മൊത്തം മരങ്ങളൊന്നും പറയാൻ. എനിക്ക് ചീവിടുന്ന സൗണ്ട് കേൾക്കുന്നു. അതൊരു വീട്ടിലോട്ടുള്ള വഴിയാണ്. ഉണ്ടെന്നില്ല അവൻ പറയാൻ. ആക്ച്വലി എനിക്ക് ഈ സ്ഥലം എനിക്ക് സജസ്റ്റ് ചെയ്ത് എൻ്റെ കൂടെ ഒരു ഫ്രണ്ടാണ് ഇവിടെ പഠിച്ചതാണ്. അവൻ പറയുന്നത് അവൻ തന്നെ ഇവിടെ വരാൻ പേടിച്ച് ഈ സ്ഥലത്ത്. ആക്ച്വലി അവൻ്റെ വീട്ടിൽ നിന്ന് വിടുന്നില്ല. അവൻ മാത്രമല്ല, എൻ്റെ കൂടെ പഠിച്ച 3 പേരുണ്ടായിരുന്നു ഈ സ്ഥലത്ത്. 3 പേരും ഈ സ്ഥലത്ത് വരെ പേടിച്ചിട്ട് ഇത് വന്നില്ല. അപ്പോൾ അങ്ങനെ എന്താ ഈ സ്ഥലത്തുള്ളതെന്ന് അറിയണം. കാരണം നാട്ടുകാർ തന്നെ പേടിച്ചിരിക്കുന്ന സ്ഥലത്ത് അതാണ് എനിക്കറിയാത്ത എന്താണ് ഇവിടെ ഉള്ളതെന്നുള്ളത്. അത് ശരി, എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ. ജസ്റ്റ് ആ ലൈറ്റിങ്ങനെ ഒന്ന് പാസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് അവിടെ ഒരു വണ്ടി ഇരിപ്പുണ്ട്. അതാ പട്ടി ഇറക്കി. മഴയ്ക്ക് ചാൻസ് കൂടുതലാണ് കേട്ടോ.
ഒരു ചെറിയ കനാൽ, സ്ഥലം മാറിയില്ല, ചെറിയൊരു തോട് പോലെ, ഒരു കനാൽ പോലെ ഇല്ല കാണാം. അവിടെ ആയിരുന്നു മൈക്രോഫോണിക്ക് എടി നീ വന്ന് ഇവിടെ വന്നിട്ട് ഒരു സംഭവം നമുക്ക് കിട്ടിയിട്ടില്ല, ഒന്നും ഫീൽ ആവുന്നുമില്ല, ചുമ്മാ വന്നിട്ട് ഇത്ര കഷ്ടപ്പെട്ട് ഉപയോഗിച്ചിട്ടോ ജസ്റ്റ് അതൊരു 5 മിനിറ്റ് വാടാ വാടാ എടാ വാട വന്ന് ജസ്റ്റ് പോടാ, ഒരു 5 മിനിറ്റ് ഉണ്ട്, വാ എടി ഇനി വാടാ. ഇപ്പോൾ ഒരു മൈക്രോഫോണിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നോക്കാം, എന്തെങ്കിലും നോക്കാം. എനിക്കിവിടെ വന്നിട്ട് ഇതുവരെ എനിക്കൊരു ഇതുകൊണ്ട് തോന്നുന്നില്ല, ബട്ട് ഫസ്റ്റ് ടൈം അതെന്താണെന്ന് ലാസ്റ്റ് പറയുന്നത്. സോ മൈക്രോഫോണിക് ഉപയോഗിച്ച് നോക്കാം, എന്നിട്ട് പെട്ടെന്ന് സ്ഥലം കാലിയാക്കാം. തുടങ്ങാം. ഇവിടെ വേണ്ടടേ, പാട്ട് പാടുന്നു. അത് ആ വീട്ടിലെ വീട് അപ്പുറത്തിലൂടെ ഇവിടെ വീടുണ്ട്. ഇവിടെ നമ്മളെ വണ്ടി വെക്കാൻ വന്നപ്പോഴത്തേക്ക് സൗണ്ട് കേട്ടെ. എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല ഇവിടെ. നിങ്ങൾ ഈ ഉടകാല സൗണ്ട് ഇവിടെ എത്ര ആത്മാക്കളുണ്ട് ഈ ഒരു സ്ഥലത്ത്? ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് എത്ര ആത്മാക്കളുണ്ട്? പറഞ്ഞിട്ട് 9 പറഞ്ഞു. 10, 9, 10, 9, 19. ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഇപ്പോൾ എത്ര ആത്മാക്കളുണ്ട്? 3, 2. നമ്പരെല്ലാം പറയാനുള്ളൂ. ഇവിടെ ലാസ്റ്റായിട്ട്, ഇവിടെ ഏറ്റവും അവസാനമായിട്ട് സൂസൈഡ് ചെയ്ത് മരിച്ച പെണ്ണാണോ ആണാണോ? ഗേൾ ഓർ ബോയ്? ഇവിടെ ഏറ്റവും അവസാനമായിട്ട് മരിച്ചത് ഗേളാണോ ഇവിടെ ഏറ്റവും അവസാനമായിട്ട് മരിച്ചത്, സൂസൈഡ് ചെയ്ത് മരിച്ചത്, ആത്മഹത്യ ചെയ്ത് മരിച്ചത് പെണ്ണാണോ ആണാണോ? ഞാനിടുന്നുണ്ട്. അവസാനമായിട്ട് ആത്മഹത്യ ചെയ്ത് മരിച്ചത്, സൂസൈഡ് ചെയ്ത് മരിച്ചത് പെണ്ണാണോ? മനസ്സിലാവുന്നില്ല കറക്റ്റായിട്ട് എന്ത് ഉദ്ദേശിച്ചെന്ന് പറയാൻ മനസ്സിലാവുന്നില്ല, ക്ലിയർ ആവുന്നില്ല കറക്റ്റായിട്ട്. എഡിറ്റിംഗ് സമയത്ത് അറിയത്തില്ല എന്ത് പറയുന്നത്.
സൗണ്ട് ഞാൻ കേട്ടു. ആ സമയത്ത് അതൊന്നും സൗണ്ടാണോ? ശരി, ബാക്കിൽ ഞാൻ കേട്ടത്. ഓക്കെ, ലാസ്റ്റായിട്ട് അവസാനമായിട്ട് നടത്തിയത് പെണ്ണെന്ന് തന്നെ ഇരിക്കട്ടെ. സോ അങ്ങനെ ഞാൻ അറിഞ്ഞു തന്നെ. സോ അങ്ങനെ ആണെങ്കിൽ നിങ്ങളെ കൊന്നതാണോ അതോ നിങ്ങൾ ഇവിടെ വന്നിട്ട് ആത്മഹത്യ ചെയ്തതാണോ? റെസ്റ്റോറൻറ്റോ അങ്ങനെ കളഞ്ഞു. തവളയായിരിക്കും. അങ്ങോട്ട് പോകുന്നേ. ചുമ്മാ കണ്ടു ചോദിക്കുന്നു. എന്ത് ചോദിക്കാൻ? നിനക്ക് തോന്നുന്നു എന്തെങ്കിലും ചോദിച്ചു കണ്ടു. ഓക്കെ, ചോര്. ഇവിടെ മരിച്ചുപോയാൽ ആരെങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടോ? എസ്ആറിനൊന്ന് വരും. എസ്ആർ കോസ്റ്റ് അങ്ങനെ വരും. ഇവിടെ മരിച്ചുപോയാൽ ആരെങ്കിലും ഞങ്ങളുടെ ചുറ്റുവട്ടത്തുണ്ടോ? എസ്ആറിനോ? അത് പിടിച്ച് അത് കടവ് പറഞ്ഞ സൗണ്ട് കിട്ടും. തീർച്ചയായും അവിടെ നിന്ന് ആരെങ്കിലും നോക്കുന്നത് പോലെ. ഗൈസ്, ഇപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തുനിന്ന് പോവാണ്. കാരണം ലൈറ്റ് അടിക്കാൻ പറ്റുന്നില്ല. ദൂരെ ഏതോ ഞങ്ങളുടെ വെട്ടം കണ്ടിട്ടാണെന്ന് തോന്നുന്നു എന്തോ ഒരു കഥക് പറഞ്ഞ സൗണ്ട് ഇപ്പോൾ കേട്ട്. കഥ പറഞ്ഞിട്ട് തുറന്നതാണോ അടയ്ക്കുന്നതാണോ അറിയത്തില്ല. അതുകൊണ്ട് സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാം. നീ നിൽക്കുന്നത് കൊണ്ട് ഇനി വലിയ വെള്ളത്തിൽ എന്തുകൊണ്ട് ചാടുന്നത് കൊണ്ടിരിക്കുന്നു. നിൽക്കടാ. മൈന്യൂട്ടായിട്ട് ചില സൗണ്ടുകൾ മാത്രം കേട്ട് ഫസ്റ്റ് ടൈം കേട്ട്. അതല്ലാതെ വലിയ സൗണ്ടുകളോ കാര്യങ്ങളോ മറ്റൊന്നും കേട്ടില്ല ഈ സ്ഥലത്ത് വന്ന്. പിന്നെ വലുതായിട്ട് മൈന്യൂട്ടായിട്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ ദൂരെ നിന്ന് കേൾക്കുന്ന സൗണ്ട് പോലെ തന്നെ അങ്ങ് ഫീൽ ആവുന്ന സൗണ്ട്. അതിൽ മൈക്രോഫോണിക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഒരു സൗണ്ട് കേട്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. സോ മൈക്രോഫോണിക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ആൻസർ കിട്ടുമോ ഇല്ല എന്നുള്ളത് എഡിറ്റിംഗ് സമയത്ത് എനിക്കറിയില്ല കറക്റ്റായിട്ട്. സോ ഇനി എന്തായാലും അങ്ങോട്ട് സ്കിപ്പ് ആവുക. കാരണം ഇനി നിൽക്കുന്ന റിസ്ക് കുറേ സമയം ഇവിടെ വന്നിട്ട് തന്നെ. ചേട്ടാ നിൽക്കി, ഈ സൗണ്ട് മുമ്പ് കേട്ടെ. ഇപ്പം ഇല്ല. മുമ്പ് ഇതോട്ട് സൗണ്ട് കേട്ടായിരുന്നു, പക്ഷേ പട്ടി ഉരയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ടത് വിട്ടത്. ഈ സൗണ്ട് ഇപ്പോഴും വീണ്ടും കേട്ടത്. എന്തായാലും ഈ സ്ഥലത്തുനിന്ന് പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലായിട്ട് ആ ഒരു സ്ഥലത്തുനിന്ന് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തി. അതായത് ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ച് എന്ത് പറയാൻ പറ്റത്തില്ല. ലാസ്റ്റ് നിമിഷം ആയപ്പോഴത്തേക്ക് അവിടെ ഉള്ള ആൾക്കാർ തന്നെ അവിടെ വീട്ടിൻ്റെ ഞാൻ തോന്നുന്നു അവർ കഥ തുറന്ന് പുറത്തോട്ട് വരുന്ന സൗണ്ടൊക്കെ ഞങ്ങൾ കേട്ടായിരുന്നു കുറച്ച് ദൂരെ തന്നെ. പിന്നെ വണ്ടി എടുക്കുന്ന സമയത്ത് തന്നെ ഒരാളെ കണ്ടായിരുന്നു അവിടെ നിൽക്കുന്നതായിട്ട്. സോ അവർ ഞങ്ങളെ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊന്നും പറയാൻ പറ്റത്തില്ല, പെട്ടെന്ന് അവിടെ നിന്ന് വരുമായിരുന്നു. സോ അതല്ലാതെ ആ ഒരു സ്ഥലം ഞാൻ പറഞ്ഞില്ലേ വേറെ ലെവൽ റിസ്ക് പ്ലേസ് ആണത്. സോ പിന്നെ വരുന്ന വഴിക്ക് എവിടെ നിന്ന് പറയാൻ പറ്റില്ല. കാരണം ഇലക്ഷൻ ടൈം കൂടെ ആയതുകൊണ്ട് മൊത്തം പോലീസാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിട്ട് ലാസ്റ്റ് എൻ്റെ പറയാൻ കരുതി. ഇന്നത്തെ വീഡിയോയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ നല്ല ടയർഡുണ്ട് ഇപ്പോൾ. കാരണം നല്ല ദൂരം
പോയിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തത്. കാരണം ഇൻട്രോ പറയുമ്പോൾ തന്നെ ഞാൻ ശരിക്കൊന്നും പറഞ്ഞു കാണത്തില്ല. കാരണം അത് ആ ഒരു സ്ഥലത്തേക്ക് ഇൻട്രോ പറഞ്ഞു തന്നെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് വരണം എന്നുള്ള മൈൻഡ് സെറ്റായിരുന്നു. കാരണം ആരെങ്കിലും ഒരാൾ കണ്ടാൽ പോലും അത് വേറെ രീതി പ്രോബ്ലമായിട്ട് മാറും. സോ നല്ല ദൂരം, നല്ല ലോങ് ആയിരുന്നു. നല്ല ലോങ്ങിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ വന്ന് തിരിച്ചിവിടെ എത്തിയിട്ട് നല്ല ടയർഡുണ്ട്. സോ ഏകദേശമാണെങ്കിൽ 2 മണി കഴിയാറായി. ഈ വീഡിയോയുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, അതിന് മുമ്പായിട്ട് എനിക്ക് ഫസ്റ്റ് ഉണ്ടായ ആ ഒരു ഇൻസിഡൻറ്റ് അത് ഞാൻ ഫസ്റ്റ് പറയുന്നുണ്ടായിരുന്നു, ആ വീഡിയോ കണ്ടു കാണും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടും കൂടി വന്ന് ഫസ്റ്റ് ആ ഒരു സ്ഥലത്ത് ഇറങ്ങുന്നുണ്ട്. ആ സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം ഞാൻ അവനോട് പറയുന്നുണ്ട്, എടാ വണ്ടി എവിടെ കൊണ്ട് പാർക്ക് ചെയ്യണം, വണ്ടി എവിടെ കൊണ്ട് വയ്ക്കണമെന്ന് ചോദിക്കുന്നത്. കാരണം ആ ഒരു ടൈമിൽ വണ്ടി നമുക്ക് അറിയാത്ത സ്ഥലത്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് വണ്ടി എവിടെ കൊണ്ട് വയ്ക്കണം എന്നുള്ള രീതിയിൽ എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അത് സംസാരിച്ചുകൊണ്ടിരിക്കുക, അത് 2 മിനിറ്റ് പോലും സമയം എടുത്തില്ല. ബട്ട് ഇവൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ അറിഞ്ഞില്ല. ഞാൻ വണ്ടി എടുത്ത് മുമ്പോട്ട് പോവുക, ഒരു കുറച്ച് ദൂരം ശകലം മുമ്പോട്ട് പോയി കഴിയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഫസ്റ്റ് ഒന്ന് ഷേക്കായി. എന്തിനാണ് വണ്ടി ഷേക്കാകുന്നത് തിരിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും വണ്ടിക്കകത്തില്ല, ഇവൻ ദൂരെയാണ്. വണ്ടി അപ്പോൾ ഒന്നും കൂടെ ശരിക്കും നല്ലോണം വണ്ടി ഷേക്കായിട്ട് എൻ്റെ ബോഡി ഉൾപ്പെടെ ശരിക്കും എൻ്റെ കൈയും ബോഡി അതെനിക്ക് ഭയങ്കര ഇതായിപ്പോൾ എനിക്കത് എൻ്റെ ശരീരം ഉൾപ്പെടെ ശരിക്കും ഷേക്കായിട്ട് ഞാൻ അപ്പം തന്നെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാൻഡ് ഇട്ടിട്ട് ഇറങ്ങി നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഇവൻ അങ്ങോട്ട് നടന്നു വരുമായിരുന്നു. സോ ഇവൻ നടന്നു വരുന്നത് കണ്ടിട്ട് തന്നെ എനിക്ക് വല്ലാണ്ടായി. അപ്പോൾ ഇവനൊന്നും മിണ്ടുന്നുമില്ല. ആ ഇരുട്ടത്തൊന്നും കയറി വരുമോ, വെട്ടത്തോട്ട് വരുമോ, എന്താണെന്ന് ചോദിച്ചിട്ട് ഇവൻ ഒന്നും മിണ്ടുന്നുമില്ല. അവസാനം ചോദിച്ച് ഓക്കെ ആണോ ചോദിച്ചപ്പോഴത്തേക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു. സോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പിന്നെ കണ്ടിന്യൂ ആയിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഫസ്റ്റ് എൻട്രി തന്നെ വേറെ. പിന്നെ ഞങ്ങൾ ആ സ്ഥലത്ത് എത്തി തന്നെ ഒന്നും പറയണ്ട, ഗൂഗിൾ മാപ്പ് ഞങ്ങളെ വച്ച് നല്ലോണം ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ കറങ്ങി. എൻ്റെ ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു സ്ഥലം പറഞ്ഞു തന്നത്. സോ അവൻ ശിവൻ എന്ന പേര്, അവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. അവൻ ഈ ഒരു പ്ലേസിൽ വന്നില്ല. അവൻ മാത്രമല്ല, കൂടെ വേറെ 2 പേരുണ്ടായിരുന്നു. സോ അവന്മാരും എൻ്റെ കൂടെ പഠിച്ചവരാണ്. ആ ഒരു പ്ലേസിന് അടുത്തുള്ളമാരി, ആ സറൗണ്ടിലുള്ളമാരി ഈ 3 പേരും അവരെ വീട്ടിൽ നിന്ന് വിടത്തില്ല. സോ ഈ ഒരു സ്ഥലങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഇത് ഇങ്ങനെ ഇൻസിഡൻറ്റ് നടന്ന സ്ഥലം ആയതുകൊണ്ട് തന്നെ അവന്മാരെ ആ വീട്ടിൽ നിന്ന് വിട്ടില്ല. സോ അതാണ് അവൻ വരാത്ത കാരണം. അല്ലെ അവൻ കൂടെ വന്നേനെ. അവൻ എനിക്ക് സ്ഥലം പറഞ്ഞു തന്നെ. ഈ സമയത്ത് അവനൊരു താങ്ക്സ്, കാരണം അവൻ ആ സ്ഥലം പറഞ്ഞു തന്നെ. ഇത്രേ ഉള്ളൂ. വേറെ പിന്നെ നിങ്ങൾ കണ്ടു കാണും വീഡിയോയ്ക്ക് എന്താ സംഭവിച്ചിട്ടുള്ളതെന്ന് രീതി കണ്ടു കാണും. പിന്നെ പറയാനുള്ള പ്രത്യേകിച്ച് കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ മാക്സിമം ആ ഒരു പ്രദേശത്തുള്ള എല്ലാ ആൾക്കാർക്കും ഷെയർ ചെയ്യുക മാക്സിമം. കാരണം ആ ഒരു പ്രദേശത്തുള്ള ആൾക്കാർ ഭൂരിഭാഗം പേരും ആ ഒരു സമയത്ത് 9 മണിക്ക് ശേഷം ആ ഒരു ഭാഗത്തോട്ട് ആരും പോകത്തില്ല. അതേപോലെ പേടിച്ചിരിക്കുന്ന ഒരു പ്ലേസ് അത്. അപ്പോൾ അത് പേടി മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടാലും നമുക്കത് രൂപമായിട്ട് തോന്നത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത്യാവശ്യം ഒരു 1% ആൾക്കാർക്കെങ്കിലും ഒരു പേടി അവിടെ ഒന്നും ഇല്ല എന്നുള്ള ബോധ്യം വന്നു കഴിഞ്ഞാൽ ഓക്കെയാണ്. സോ അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം ഓക്കെ അത് മുമ്പായിട്ട് നമ്മുടെ കൂടെ വന്ന ആളെന്ന് കാണിച്ചു തരാം. അടുത്തോട്ടോടാ. നമ്മുടെ ആസ്യൂഷ്വൽ നമ്മുടെ കൂടെ വരുന്ന സുമേഷാണ്. സോ ഇന്നും കാരണം പലവരോട് ഞാൻ ചോദിച്ചായിരുന്നു, അവിടെ കൂടെ വരുന്നുണ്ട് ആർക്കും വരാൻ ബുദ്ധിമുട്ട്, എല്ലാവർക്കും വരാൻ ബുദ്ധിമുട്ടായിരുന്നു. സോ പല കാര്യങ്ങൾ, പിന്നെ ആ സ്ഥലത്തിൻ്റെ റിസ്ക്. സോ ഇവൻ കൂടെ വരുന്നവനാണ് ഡെയിലി. എന്നിരുന്നാൽ പോലും ഇവനോട് ഞാൻ ഫസ്റ്റ് ആ സ്ഥലത്തിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. ബട്ട് എന്തായാലും വരും എനിക്ക് അറിയാം. ലാസ്റ്റ് നിമിഷം അവിടെ ഇൻട്രോ പറഞ്ഞപ്പോൾ ഈ കാര്യം ഫുൾ അറിഞ്ഞത്, അവിടുത്തെ ഡീറ്റെയിൽ ഫുൾ അറിഞ്ഞത്. ഓക്കെ, ഇപ്പോൾ ഫൈനലി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ്. ഇപ്പം എങ്ങനെ ഉണ്ട്? അതെ, അവിടെ വന്നപ്പോഴാണ് 13 പേരൊക്കെ മരിച്ചെന്ന് പറയുന്നത്. മാസം അവിടെ എത്തിയപ്പോഴാണ് ഈ കാര്യം മൊത്തം പറയുന്നത്. 13 പേര് മരിച്ചിട്ടുള്ളൊരു കാര്യം അവിടെ എത്തിയപ്പോഴാണ് അവിടെ വെച്ച് തന്നെ പറഞ്ഞു. ഇവനോടും പറഞ്ഞു, ഇവൻ അറിയുന്നത് അപ്പോഴാണ് അങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. സോ ഇനി ഒരു ബസ് അപകടം കൂടി നടക്കാൻ പോകുന്നു എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. സോ അതൊക്കെ എന്താണെന്ന് അറിയില്ല. ബട്ട് ഞങ്ങൾ പോയി അവിടെ ഷൂട്ട് ചെയ്ത്. ബട്ട് സൗണ്ട് കേട്ടില്ലെന്ന് പറയത്തില്ല, സൗണ്ട് മൈന്യൂട്ടായിട്ട് ചില സൗണ്ട് കേട്ട്. ബട്ട് അത് കുറച്ച് ഫോറസ്റ്റ്, കുറച്ച് ചെടിയും മരങ്ങളെല്ലാം കൂടി ഉണ്ട്. അതിനകത്തുനിന്ന് വരുന്ന ഡിഫോൾട്ട് സൗണ്ടുകളായിരിക്കാം. സോ അതൊന്നും പറയാൻ പറ്റില്ല നമുക്കൊന്നും. ഇനി അത് എഡിറ്റിംഗ് സമയത്ത് എനിക്ക് കറക്റ്റ് അറിയുള്ളൂ. അങ്ങനെയാണ് ഫീൽ. വേറെ സത്യം പറഞ്ഞാൽ നല്ല ടയർഡുണ്ട്. കാരണം നല്ല ദൂരമുണ്ട്. ഇവിടുന്ന് ഒരു 1 മണിക്കൂറിന് മേളിൽ ട്രാവൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഇഷ്ടമുള്ള ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു പക്ക ഒരു ഹൊറർ വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ സേഫ്.